നമ്മളിന്ന് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് ടോപ്പിക് നമുക്ക് വരുന്നത് ബോർ ആറ്റം മോഡൽ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? അറ്റോമിക് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പം ബോർ മോഡൽ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഇവിടെ ആറ്റത്തിനകത്ത് അല്ലെ, ഒരു ആറ്റം, ഇതാണ് ഒരു ആറ്റത്തിന്റെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറിൽ നമുക്ക് എന്താണ്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇനി ഈ ന്യൂക്ലിയസിന് ചുറ്റും കുറച്ച് ഓർബിറ്റ്സ് ഉണ്ട്. ഈ ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺസ് ഉണ്ടാവുക അല്ലെ? അപ്പോ നമുക്ക് ഈ ഓർബിറ്റ്സിനെ പല ഷെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കെ, എൽ, എം, എൻ, ഒ, അങ്ങനെ പല ലെവൽസ് ആയിട്ട് ഈ ഓർബിറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയസിന്റെ അടുത്തുനിന്ന് ഇത് ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ ഷെല്ലിന്റെ ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് അവരുടെ എനർജിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്തൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്, ഒരു മാറ്ററിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന്റെ അകത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് പുറത്തുള്ള ഓർബിറ്റ്സിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാം. ഈ ടേബിളില് ഓരോ പാർട്ടിക്കിളിന്റെയും അതിന്റെ റിലേറ്റീവ് ചാർജും ചാർജിന്റെ വാല്യൂ, മാസും ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എക്സാമിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ പാർട്ടിക്കിളിന്റെയും ചാർജസ് ആണെങ്കിലും മാസ് ആണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇതിൽ പറയുന്ന കാര്യം, പ്രോട്ടോണിന് എന്ത് ചാർജാണുള്ളത്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. ന്യൂട്രോൺ ന്യൂട്രൽ ആണ്, അതായത് നോ ചാർജ് ആണ് അവർക്കുള്ളത്. ഇനി പ്രോട്ടോണിന്റെ ചാർജ് എമൗണ്ട് ചോദിക്കുകയാണെങ്കിൽ 1.602 × 10⁻⁻⁹ എന്താണ്? കൂളമ്പിലാണ് അല്ലെ? ചാർജ് എന്ന് പറയുമ്പോൾ കൂളമ്പിലാണ് വരുന്നത്. അപ്പം പ്രോട്ടോൺ ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആണ്, അതിന്റെ വാല്യൂ പ്ലസ് 1.602 × 10⁻⁻⁹. ഇനി ഈ സെയിം ചാർജ് വാല്യൂ തന്നെയാണ് ആർക്കുള്ളത്? ഇലക്ട്രോണിനും ഉള്ളത്. പക്ഷെ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ഇലക്ട്രോൺ. അതുകൊണ്ട് അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് -1.602 × 10⁻⁻⁹. ഇനി അതേപോലെ തന്നെ ഈ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒരേ ലെവൽ ഓഫ് മാസ് ആണ് ഉള്ളത്. അതിന്റെ വാല്യൂ 1.67 × 10⁻27 കിലോഗ്രാം. അതുപോലെ ഇലക്ട്രോൺസിന്റെ മാസ് ആണെങ്കിൽ 9.11 × 10⁻31 കിലോഗ്രാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇനി ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, എനർജി ഓർബിറ്റ് കൂടുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഷെല്ലിന്റെ നമ്പർ കൂടുന്ന അനുസരിച്ച് ഇതിന്റെ എനർജി ഇൻക്രീസിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മുടെ ഈ ഫിഗറിലും കാണിച്ചിട്ടുണ്ട്. എനർജി ഇൻക്രീസിങ് ആണെന്നുള്ളത് ഈ ഫിഗറിലും കാണിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ന്യൂക്ലിയസിനകത്ത് ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണുള്ളത്. ന്യൂക്ലിയസിന് പുറത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണുള്ളത്. അപ്പൊ ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു ഇലക്ട്രോണിന് പുറത്ത് വന്ന് ഒരു റിയാക്ഷനിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു ആക്ഷൻ ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രോണിന് പുറത്ത് വരണം അല്ലെ? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരണം. അപ്പൊ അതിന് എന്ത് വേണം? ജമ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജി ഈ ഇലക്ട്രോൺസിന് ആവശ്യമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻക്രീസിങ് എനർജി ആണെന്ന് പറയുന്നത്. അതായത് ഷെല്ലിന് അടുത്തുള്ളതിന് ഹയർ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും, ഇതിന് അത്രയും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹയർ ആയിരിക്കും. അതേപോലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ലോവർ ആയിരിക്കും. അപ്പോൾ
ഹയർ പൊട്ടൻഷ്യൽ എനർജി വരുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനായിരിക്കും, ലോവർ പൊട്ടൻഷ്യൽ എനർജി വരുന്നത് ഇന്നർ മോസ്റ്റ് ഷെല്ലിനായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, atomic structure of a material will help to determine the ease of current flow. അതായത് ഇതിന്റെ നമ്മുടെ ആറ്റത്തിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽസിന്റെ ടൈപ്പ് പറയാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വാലൻസ് ഷെൽ എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ മോസ്റ്റ്, ഈ ഇലക്ട്രോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അതിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരു മെറ്റീരിയൽ ഏത് ടൈപ്പ് ആണെന്നും അതിന്റെ കറന്റ് ഫ്ലോ എങ്ങനെയാണെന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ എലമെന്റിന്റെ റെപ്രസെന്റേഷൻ ആണത് അല്ലെ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എലമെന്റിന്റെ സിമ്പിളിനെയാണ് കാണിക്കുന്നത്. മാസ് നമ്പർ എ എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്തേക്കുന്നത് മാസ് നമ്പർ ആണ്. ഈ മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അതേപോലെ Z എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് അറ്റോമിക് നമ്പർ ആണ്. ഇത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഒരു ആറ്റത്തില് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോ പ്രോട്ടോൺസ് ആണെങ്കിലും ഈ ഇലക്ട്രോൺസ് ആണെങ്കിലും ഈക്വൽ നമ്പേഴ്സ് ആണ് ഒരു എലമെന്റിൽ ഉള്ളത്. അത് തന്നെയാണ് അറ്റോമിക് നമ്പർ എന്നും പറയുന്നത്. കൂടാതെ എന്താണ്, മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് ചാർജസിന്റെ ലോ. അത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ചാർജ് റിപ്പൽസ് ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജ് അട്രാക്ട് ഈച്ച് അതർ. ഇനി പറയാവുന്ന രണ്ട് പോയിന്റ്സ് ആണ്. ഒരു മെറ്റീരിയലിന് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്നും പറയാം. ഒരു മെറ്റീരിയലിന് ഫ്യൂവർ ഇലക്ട്രോൺസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താ പറയാ, ഫ്യൂവർ ഇലക്ട്രോൺസ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിന് നെറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വാലൻസ് ഷെൽ ആൻഡ് ഇലക്ട്രോൺ. ഞാൻ നേരത്തെ പറഞ്ഞു വാലൻസ് ഷെൽ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. അപ്പൊ അവിടെയുള്ള ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനാണ് നമുക്ക് ഹയർ എനർജിയും വരുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഷെല്ല് നമ്പർ ഓഫ് ഷെൽസ് ആയിട്ട് ഇലക്ട്രോൺസിന്റെ ഓർബിറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അത് നമ്പർ ഓഫ് ഷെൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അറ്റോമിക് നമ്പറിനെയാണ്. ഓക്കെ, അപ്പം ഒരു ഷെല്ലില് മാക്സിമം എത്ര ഇലക്ട്രോൺസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഇക്വേഷൻ ആണ് 2n². മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ എന്ന് പറയുന്നത് 2n² ആണ്. നമുക്കറിയാം, നിങ്ങൾ ഈ ബോക്സ് നോക്കിക്കോളൂ. ഈ ബോക്സിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഷെല്ലിന് നെയിം ചെയ്തിട്ടുണ്ട് KLMN. ഓക്കെ, അപ്പം ഫസ്റ്റ് ഷെല്ലാണ് K. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ N എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ 2n², അതായത് 2 × 1² ഈക്വൽ ടു 2. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ K ഷെൽ എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ സെക്കൻഡ് ഷെല്ലാണ് L. അപ്പൊ 2n²ന് n നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 2. അപ്പൊ 2 × 2², 2 × 4 ഇസ് ഈക്വൽ ടു 8. അതുപോലെ എമ്മും എന്നും ഇപ്പൊ 2, 8, 18, 32 എന്നിട്ടുള്ള അങ്ങനെയുള്ള ഒരു കോൺഫിഗറേഷനിലായിരിക്കും നമ്മൾ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി വാലൻസ് ഷെല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ, മാക്സിമം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, അതായത് വാലൻസ് ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ നമ്പർ ഓഫ് മാക്സിമം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ആണ്. അതിനെയാണ് നമ്മൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്ന് പഠിക്കുന്നത്. 8 ഇലക്ട്രോൺസ് ആയിരിക്കും വാലൻസ് ഷെല്ലിലെ മാക്സിമം നമ്പർ. അപ്പൊ ഈ ഒക്ടറ്റ് കോൺഫിഗറേഷനിലുള്ള നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കത് ഇനേർട്ട് ഗ്യാസ് ആണ്. അതായത് 18th ഗ്രൂപ്പ്.
ഈ 18th ഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട് കെമിക്കലി ഇനാക്റ്റീവ് ആണ്, അതായത് വേറെ റിയാക്ഷനിലൊന്നും പങ്കെടുക്കുന്നില്ല. അതിനെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, ഈ വാലൻസ് ഇലക്ട്രോൺ, ഇപ്പൊ വാലൻസ് ഷെല്ലിലുള്ള വാലൻസ് ഇലക്ട്രോൺ ഒരെണ്ണേ ഉള്ളെങ്കിൽ, 1 ആണെങ്കിൽ അത് ഹൈലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണ്, അതിനെ നമ്മൾ സ്ട്രോങ് കണ്ടക്ടർ എന്നാണ് പറയുന്നത്. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഈ PPT-യിൽ കാണിച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സും PSC-യിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ്, ഫ്രീ ഇലക്ട്രോൺ. ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺ ആണ് അല്ലെ, ലൂസ്ലി അറ്റാച്ച്ഡ് വാലൻസ് ഇലക്ട്രോൺ ആണ്. ഈ വാലൻസ് ഇലക്ട്രോൺ ആണ് എപ്പോഴും റിയാക്ഷൻസിൽ പങ്കുചേരുന്നത്. അപ്പോൾ അതിന്റെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചാണ് നമ്മൾ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത്. ഇനിയുള്ള പോയിന്റ്സ്, മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ മാസ് ഓഫ് പ്രോട്ടോൺ, ഇത് തമ്മിലുള്ള റിലേഷൻ. ഇത് PSC-യിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 × 10⁻⁻31 കിലോഗ്രാം. അതേപോലെ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1.672 × 10⁻⁻27 കിലോഗ്രാം ആണ്. ഇത് തമ്മിലുള്ള റേഷ്യോ, അതായത് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1837 ആണ്. അതായത് ഈ വാല്യൂ ഒന്ന് ഓർക്കുക, ഇത് PSC-യിൽ ചോദിക്കാറുള്ളതാണ്. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1/1837 ടൈംസ് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ എന്നാ പറയണേ. അപ്പം 1837 എന്നുള്ള വാല്യൂ ഓപ്ഷനിൽ നമുക്ക് വരാറുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 1840 എന്നുള്ള വാല്യൂസും കണ്ടിട്ടുണ്ട്. ഇപ്പൊ 37 കാണുകയാണെങ്കിൽ നമുക്ക് 37 ചൂസ് ചെയ്യാം, അല്ല 1840 എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാണെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വാലൻസ് ഇലക്ട്രോണിനെ ബേസ് ചെയ്തിട്ട്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നോർമലി എന്തൊക്കെയാണ്? ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടർ, സെമി കണ്ടക്ടർ. ഇത് PSC-യിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ വിൽ ബി ഗ്രേറ്റർ ദാൻ 4. അതേപോലെ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് വിൽ ബി ലെസ് ദാൻ 4. ഇനി വാലൻസ് ഇലക്ട്രോൺ ഈക്വൽ ടു 4 ആണെങ്കിൽ അത് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, എന്താണ് ഇൻസുലേറ്റേഴ്സിന്റെ പ്രോപ്പർട്ടി? എന്താണ്? അവർക്ക് വളരെ കുറച്ച് റിയാക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല അല്ലെ. ഇൻസുലേറ്റേഴ്സിന് റിയാക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതേപോലെ കണ്ടക്ടേഴ്സ് ആണെങ്കിലോ റെഡിയാണ് റിയാക്ഷനിൽ, അതായത് ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ പോസിബിൾ ആണ്. സെമി കണ്ടക്ടർ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് മെറ്റീരിയൽ ആണ്. ഇൻസുലേറ്റേഴ്സിനും കണ്ടക്ടേഴ്സിനും ഇടയിലാണ് സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് ചാർജ്, ഇലക്ട്രിക് ചാർജ് Q. അപ്പോ ഈ ചാർജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്ര എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്തു, ഇതാണ് ചാർജ് എന്ന് പറയുന്നത്. അതായത് ചാർജിന്റെ ഇക്വേഷൻ ഇവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട്. ചാർജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം. അപ്പൊ നമുക്കറിയാം കറണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ആംപിയറിലാണ്, ടൈം ഇൻ സെക്കൻഡ്സ് ആണ് പറയുന്നത്. സോ ഇതിന് ആംപിയർ സെക്കൻഡ് എന്നും യൂണിറ്റ് ഉണ്ട്, മെയിൻ ആയിട്ട് കൂളംസ് എന്നും യൂണിറ്റ് ഉണ്ട്. ചാർജിന്റെ യൂണിറ്റ് കൂളംബാണ്, അതിന് ആംപിയർ സെക്കൻഡ് എന്നും കൂടി ഒരു ഡെറിവേഷൻ ഉണ്ട്. ഓക്കെ, ഇനി 1 കൂളം എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാണ്, 1 കൂളം എന്ന് പറയുന്നത് ചാർജ് ഓഫ് 625 × 10⁻16 ഇലക്ട്രോൺസ് ആണ്. അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനത്തെ വാല്യൂസ് വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഇതിന്റെ പവർ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ. അതായത് ഇപ്പൊ 625 × 10⁻16 എന്നുള്ളത് ഓപ്ഷനിൽ
6.25 into 10⁻18 എന്നും വരാം. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം 1 കൂളംബ് ഓഫ് പോസിറ്റീവ് ചാർജ് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പോസിറ്റീവ് ചാർജ് വരണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസ് കുറയണം. അപ്പൊ 1 കൂളംബ് ഓഫ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ഓഫ് 625 into 10⁻16 ഇലക്ട്രോൺ. അതേപോലെ 1 കൂളംബ് ഓഫ് നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ ഗെയിൻ ഓഫ് 625 into 10⁻16 ഇലക്ട്രോൺ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താ? കൂളംബ് എന്ന് പറയുന്നതാണ് ആംപിയർ സെക്കൻഡ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഓർക്കുക, കൂളംബ്, ആംപിയർ സെക്കൻഡ് ഇതെല്ലാം ഈക്വലന്റ് ആണ്. അതൊക്കെ എടുത്ത് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ കണ്ടക്ടർ. ഇതാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ചാർജിന്റെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട് കറണ്ട് ഇൻറ്റു ടൈം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്താണ്? I is equal to Q/T. അതായത് ചാർജ് ഫ്ലോ ത്രൂ എ കണ്ടക്ടർ പെർ എ ടൈം പീരീഡ്, പെർ എ ഡ്യൂറേഷൻ ഓഫ് ടൈം. അപ്പൊ ഇതിനെ നമ്മൾ ബേസിക് യൂണിറ്റ് എന്താ? SI യൂണിറ്റ് എന്താണ്? ആംപിയർ. ഇനി അമ്മീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കറണ്ട്. എന്താണ് സ്കെയിലാറും വെക്ടറും എന്നറിയാലോ. സ്കെയിലാർ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ആണുള്ളത്, അല്ലെ? ഇനി അതേപോലെ വെക്ടർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇനി നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് ഫ്ലോയിന്റെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോയിന്റെ ഡയറക്ഷൻ പറയാണ്, അല്ലെ? ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവ് ടു പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും നമ്മുടെ കൺവെൻഷണൽ കറണ്ട്. അപ്പം ഇലക്ട്രോൺ നെഗറ്റീവ് ടു പോസിറ്റീവ് ഫ്ലോയും കൺവെൻഷണൽ കറണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ഫ്ലോയും ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് കറണ്ട്. ഇതും നമുക്ക് സിംപ്ലി അറിയാവുന്ന ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് കറണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്താണ്? ഡയറക്റ്റ് കറണ്ട്. ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ സ്റ്റഡി കറണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കറണ്ട് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ ഉണ്ട്. അതായത് ഒരേ റെഫറൻസ് ഇങ്ങനെ കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഒരു കാർ ബാറ്ററി. ഈ ഫോട്ടോ വോൾട്ടായിക് സെൽസ് എന്ന് പറയുന്നതാണ് എക്സാമ്പിൾ. ഇനി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സി എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ ദെൻ ദി അതർ. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ കോമൺലി നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സിംഗിൾ ഫേസിൽ അല്ലെങ്കിൽ 3 ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് ടൈപ്പാണ് AC കറണ്ട് ആൻഡ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ്. ഇനി നമ്മൾ മെക്കാനിസം ഓഫ് കറണ്ട് കണ്ടക്ഷൻ ഇൻ മെറ്റൽ. ഓക്കെ, ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു, അല്ലെ? ഈ കറണ്ട് ഫ്ലോ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മളൊരു കണ്ടക്ടറിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇതിന്റെ അകത്തുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും. അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഡ്രിഫ്റ്റ് എന്ന് പറയും. ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺ. ഈ ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ വരുന്നൊരു ടേം ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതായത് ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ആവറേജ് വെലോസിറ്റി ഉണ്ടാവും. ആ ആവറേജ് വെലോസിറ്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് VD. ഓക്കെ, സാധാരണ ഒരു ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് 10⁵ എന്നൊരു ഓർഡറിലായിരിക്കും, മീറ്റർ പെർ സെക്കൻഡ് എന്നൊരു ഓർഡറിലായിരിക്കും ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ ചാർജും ടൈമും വെച്ചിട്ട്
കറണ്ടിന്റെ ഇക്വേഷൻ പറഞ്ഞ പോലെ ഇവിടെ ചാർജ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വെച്ചിട്ട് നമ്മൾ കറണ്ടിന്റെ ഇക്വേഷൻ പറയാം. നമ്മൾ സാധാരണ ഇതൊരു സെക്കൻഡ് ഇക്വേഷൻ ഓഫ് കറണ്ട് ഒക്കെ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതായത് സപ്പോസ് ഒരു കണ്ടക്ടറിൽ n ഇലക്ട്രോൺസ് പെർ വോളിയം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A ആണ്. അതേപോലെ അതിന്റെ അകത്തുള്ള ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി v ആണ്. ദെൻ അതിന്റെ ചാർജ് q ആണെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത് n ഇൻറ്റു a ഇൻറ്റു b ഇൻറ്റു q. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ഒരു ടേമാണ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് ഏതൊരു ടേമിനെ എടുത്താലും ഏതൊരു ക്വാണ്ടിറ്റീനെ എടുത്താലും പെർ യൂണിറ്റ് ഏരിയ എന്നാണ് നമ്മൾ പറയുന്നത് ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ വരുന്നത് കറണ്ട് ഡെൻസിറ്റി ആണ്. അപ്പം കറണ്ട് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ജെ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജെ ഈക്വൽ ടു ഐ എ. അപ്പൊ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ജെ എന്ന് പറയുന്നത് n ഇൻറ്റു ക്യൂ ഇൻറ്റു വി ഡി ആയിരിക്കും. ഓക്കെ, ഇനി ജെ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്ത് വരും? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇനി അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? വോൾട്ടേജ് എന്ന് പറയും. നോർമലി പറയുകയാണെങ്കിൽ എന്താ? കപ്പാസിറ്റി ഓഫ് എ ചാർജ്ഡ് ബോഡി ടു ഡു വർക്ക്, അല്ലെ? അതായത് ഒരു യൂണിറ്റ് ചാർജിനെ ഡ്രൈവ് ചെയ്യാൻ എടുക്കുന്ന ഒരു എമൗണ്ട് ഓഫ് ഫോഴ്സ്, ഒരു കണ്ടക്ടറിലൂടെ ഒരു യൂണിറ്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പുഷ് ചെയ്യാൻ എടുക്കുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് ഡൺ എന്നൊരു ഫോർമാറ്റിൽ നമ്മളിത് പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ എമൗണ്ട് ഓഫ് ചാർജ്, അതായത് ഡബ്ല്യു ബൈ ക്യൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം വോൾട്ടേജ് എന്ന് പറയുന്നത് SI യൂണിറ്റ് വോൾട്ട് ആണ്. ഇനി വർക്ക് ചാർജ് എന്നതിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ വർക്കിന്റെ യൂണിറ്റ് ജൂൾസ് ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. അപ്പൊ ജൂൾസ് പെർ കൂളം എന്നൊരു യൂണിറ്റും വോൾട്ടേജിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റെസിസ്റ്റൻസ്. ഇതെല്ലാം ബേസിക് ടേംസ് ആട്ടോ. ഇന്ന് ബേസിക് ടേംസും കൺസെപ്റ്റും ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. റെസിസ്റ്റൻസ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. റെസിസ്റ്റൻസ് എന്താണ്? ഒരു കറണ്ട് ഫ്ലോയ്ക്കുള്ള ഒരു ഓപ്പോസിഷൻ, അല്ലെ? ഒരു ഓപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ ആണ് റെസിസ്റ്റൻസ്. അത് മെഷർ ചെയ്യുന്നത് ഓംസിലാണ്. ഓം ആണ് അതിന്റെ SI യൂണിറ്റ്. ഇനി നമ്മൾ മെറ്റീരിയൽ അല്ലെ കണ്ടക്ടറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ R is equal to rho L by A, where rho is equal to resistivity, L is equal to length, A is equal to cross sectional area. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് റെസിസ്റ്റിവിറ്റിക്ക് നമുക്ക് ഇക്വേഷൻ കൺവേർട്ട് ചെയ്ത് എഴുതാം, അല്ലെ? അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ? ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ദി കണ്ടക്ടർ, അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കണ്ടക്ടർ. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, അതുപോലെ എ കൂടുമ്പോൾ ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയണം. ഇനി ഇവിടെ വരുന്ന അടുത്ത ഒരു പോയിന്റ് ആണ് റെസിസ്റ്റിവിറ്റി. ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ. എന്താണ് മെറ്റീരിയൽ, അതിനൊരു ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്, അതിനൊരു പർട്ടിക്കുലർ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പവർ. പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് വർക്ക്. നമ്മൾ റേറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തും നമ്മൾ റേറ്റ് എന്നൊരു വാക്ക് കാണുകയാണെങ്കിൽ അത് പെർ ടൈം എന്നാണ്.
അല്ലെങ്കിൽ പെർ യൂണിറ്റ് ടൈം എന്നാണ് നമ്മൾ റേറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഡെൻസിറ്റി എന്നൊരു വാക്ക് ആണെങ്കിൽ അത് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ റേറ്റ് ഓഫ് വർക്ക് അല്ലെങ്കിൽ എനർജിയാണ്. അപ്പൊ അതിനെ നമ്മൾ പവർ എന്ന് പറയും. അപ്പം വർക്ക് ബൈ ടൈം എന്നുള്ളതാണ് പവറിന്റെ ഇക്വേഷൻ. അപ്പം വർക്കിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ പവറിന്റെ ഇക്വേഷൻ വർക്ക് ബൈ ടൈം. അപ്പൊ ഇവിടെ നമുക്ക് യൂണിറ്റിനെ എങ്ങനെ പറയാം? വർക്ക് ജൂൾസിലാണ് പറയുന്നത്, അതേപോലെ ടൈം സെക്കൻഡിലാണ് പറയുന്നത്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഇതിനെ വാട്ട് എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളത് നമുക്ക് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഇനി ഇതിലെ ഓരോ ടേമിനെയും നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് അടുത്ത പോയിന്റ്സ്. വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ. ഇനി ഒരു രണ്ട് യൂണിറ്റിനെ ഞാൻ പറയണം. ഹോഴ്സ് പവർ. ഹോഴ്സ് പവർ എന്നൊരു യൂണിറ്റ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ അതില് ഇതിന്റെ വാല്യൂ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ 1 ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 745.6 വാട്ട്സ് ആണ്. അത് അപ്രോക്സിമേറ്റ്ലി 746 എന്നും പറയാം. അപ്പൊ അത് ഓപ്ഷനിൽ വരുന്നത് പോലെ നമ്മൾ ചൂസ് ചെയ്യാം. അടുത്തത് SI യൂണിറ്റിന്റെ അല്ലെങ്കിൽ മെട്രിക് യൂണിറ്റിന്റെ ഹോഴ്സ് പവർ ആണെങ്കിൽ 735.6. അതും നമുക്ക് അപ്രോക്സിമേറ്റ്ലി 736 എന്ന് പറയാം. അപ്പൊ നമ്മുടെ എക്സാമിന് എന്താണ് ഓപ്ഷനിൽ വരുന്നത് അത് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഓംസ് ലോ. ഓംസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോൾട്ടേജ് അക്രോസ് എ കണ്ടക്ടർ എന്തായിരിക്കും? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട് ആണ്. അതായത് ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വോൾട്ടേജ് അക്രോസ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി കറണ്ട് flowing through it, provided all physical conditions and temperatures remain constant. അപ്പോൾ V is proportional to I എന്ന് പറയും. ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ത് ഇവിടെ? റെസിസ്റ്റൻസ്. അപ്പൊ V ഈക്വൽ ടു IR. അപ്പൊ അതിന്റെ പല വേരിയേഷൻസ് നമുക്ക് മാറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണുള്ളത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം. V ഈക്വൽ ടു 12 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് ഈക്വൽ ടു 3 ഓം ആണെങ്കിൽ I എന്താണ്? അപ്പോ നമുക്ക് ഈ 3 പാരാമീറ്റേഴ്സിൽ ഏതെങ്കിലും രണ്ട് പാരാമീറ്റേഴ്സ് അറിയാമെങ്കിൽ മൂന്നാമത്തെ പാരാമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് PSCയിൽ ചോദിക്കാറുള്ളതാണ്. അപ്പോ ഈ ഓംസ് ലോ എന്ന് പറയുന്നത് ലീനിയർ ആണ് ആക്ച്വലി. ഓംസ് ലോ നമുക്ക് ഒരു ലീനിയർ ആയിട്ട് ഒബേ ചെയ്യുന്ന ഒരു ലോയാണ്. അപ്പൊ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. VI ക്യാര എടുക്കുവാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ സ്ലോപ്പ് ആയിരിക്കും ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ എല്ലാ മെറ്റീരിയൽസും ഓംസ് ലോ ഫോളോ ചെയ്യണം എന്നില്ല. ലീനിയർ ആയിട്ടുള്ള കമ്പോണൻസ് മാത്രമേ ഓംസ് ലോ ഫോം ചെയ്യുള്ളൂ. ബാക്കി എല്ലാത്തിനെയും നമ്മൾ നോൺ ഓമിക് കമ്പോണൻസ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ പവർ, റെസിസ്റ്റൻസ്, വോൾട്ടേജ്, കറണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഒരു ഇക്വേഷന്റെ ചാർട്ടാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് വൺ പവർ. പവറിന് നമുക്ക് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ്. I സ്ക്വയർ ആർ E ഇൻറ്റു I. E എന്ന് പറയുന്നത് ഇവിടെ വോൾട്ടേജ് തന്നെയാണ് കേട്ടോ. V തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. E ഇൻറ്റു I E സ്ക്വയർ ബൈ ആർ. ഇനി അതേപോലെ പവർ I കറണ്ടിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ റൂട്ട് ഓഫ് P ബൈ ആർ, P ബൈ E അല്ലെങ്കിൽ E ബൈ ആർ. ഇനി വോൾട്ടേജിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ P ബൈ I ഇൻറ്റു ആർ റൂട്ട് ഓഫ് P ഇൻറ്റു ആർ. അതേപോലെ റെസിസ്റ്റൻസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ E ബൈ I P ബൈ I സ്ക്വയർ E സ്ക്വയർ ബൈ P. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ചാർട്ട് കൊടുത്തേക്കുന്നതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക്
ചെറിയ ചെറിയ പ്രോബ്ലംസും വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഇക്വേഷൻസ് വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് എനർജി. ഒരു സർക്യൂട്ടിന്റെ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ ആണ് അവിടുത്തെ. ഓക്കെ, ടോട്ടൽ വർക്ക് ഡൺ. അപ്പം വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നതാണ് പവർ. ആ പവർ ഇൻറ്റു ടോട്ടൽ ടൈം പീരീഡ് ആയിരിക്കും എന്ത്, എനർജി. അപ്പൊ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ എനർജിയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പൊ കറണ്ട് ഇവിടെ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യും അല്ലെ. അപ്പൊ ആ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഈ എനർജി കൺസംഷൻ എന്തോരം വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ പവർ ഇൻറ്റു ടൈം ആണ്. പവർ വാട്ടാണ്, ടൈം നമ്മളിവിടെ അവേഴ്സിലാണ് പറയുന്നത്. അപ്പൊ വാട്ട് അവേഴ്സ് ആണ് ഈ എനർജി കൺസംഷന്റെ യൂണിറ്റ്. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ. A lightning fixture is drawn 0.71 amps with 120 volt applied. If the light is lit for 4 hours, how much energy is used? ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതേപോലെ PSCയുടെ എക്സാംസിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതായത് 120 വോൾട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ലൈറ്റ് 0.71 ആംസ് കറണ്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ലൈറ്റ് 4 അവേഴ്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്ര എനർജി യൂസ് ചെയ്തിട്ടുണ്ടാവും? ഓക്കെ, അപ്പൊ എനർജി നമുക്ക് അറിയണമെങ്കിൽ പവർ അറിയണം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കറണ്ടും വോൾട്ടേജും ആണ്. അപ്പൊ പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ 0.71 ആംസ് ഇൻറ്റു 120 വോൾട്ട്സ് ഇസ് ഈക്വൽ ടു 85.2 വാട്ട്സ്. ഇനി നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മച്ച് എനർജി ഈസ് യൂസ്ഡ്. അപ്പം എനർജി എന്ന് പറയുന്നതോ പവർ ഇൻറ്റു ടൈം, അത് ടൈം ഇൻ അവേഴ്സ് ആണ്. അപ്പം 85.2 വാട്ട്സ് ഇൻറ്റു 4 അവേഴ്സ്. അപ്പൊ 340.8 വാട്ട് അവർ ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ എനർജിയുടെ യൂണിറ്റ് ഓർത്ത് വെക്കുക, വാട്ട് അവർ ആണ്, വാട്ട് അവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇനി കുറച്ച് കൺവേർഷൻസ് പറയാണ് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രോബ്ലംസിനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്കറിയാം കിലോ എന്ന് പറയുന്നത് 1000 ആ രീതിയിൽ. അതായത് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 1000 വാട്ട്സ് ഫോർ 1 അവർ. അതേപോലെ 1 മെഗാ വാട്ട് അവർ എന്ന് പറയുന്നത് എന്താണ്? 10⁻⁶ ആണ് വരുന്നത് അല്ലെ, 6 zeros. അപ്പം 10⁻⁶ വാട്ട്സ് യൂസ്ഡ് ഇൻ ഫോർ 1 അവർ. അപ്പൊ ഇതിന്റെ കൺവേർഷൻസ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കിലോയിലോട്ട് ആക്കണമെങ്കിൽ എങ്ങനെയാണ്, അതേപോലെ വാട്ടിലേക്ക് തിരിച്ചാക്കണമെങ്കിൽ, കിലോയിലോട്ട് ആക്കണമെങ്കിൽ ഒരു വാട്ടിൽ തന്നിട്ടുള്ള ഒരു യൂണിറ്റ് കിലോ വാട്ട്സിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 1000 ചെയ്യണം. നേരെ തിരിച്ചാണെങ്കിൽ ഇൻറ്റു 1000 ചെയ്യണം. നെക്സ്റ്റ് ഇതേപോലെ നമുക്ക് കുറച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട വാല്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടേബിൾ ഇട്ടത്. നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് ടെറ, ഗിഗ, മെഗാ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ കിലോ ആണെങ്കിൽ നമുക്കറിയാം 10⁻3, മെഗാ 10⁻6, ഗിഗ 10⁻9 ആൻഡ് ടെറ 10⁻12. അതുപോലെ തന്നെ നേരെ 1/10 പവർ ആണ്. മില്ലി 10⁻⁻3, മൈക്രോ 10⁻⁻6, നാനോ 10⁻⁻9, പൈക്കോ 10⁻⁻12. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മെഗ ആണെങ്കിൽ 1 മില്യൺ എന്നൊരു പോയിന്റ് വരണം. അപ്പൊ ഇങ്ങനെ ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. എത്രയാണ് ഒരു 1 മെഗാ ഓം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പം അത് 1 മില്യൺത്ത് നമുക്ക് മില്യൺ, ബില്യൺ, ട്രില്യൺ എന്നുള്ള ഫോമിൽ ആൻസർ ചെയ്യാനാണെങ്കിൽ ഈ ഒരു ടേബിൾ നമുക്ക് പഠിക്കണം. നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് തന്നെയാണ്. ജസ്റ്റ് കിലോ വാട്ടിലേക്കാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഡിവൈഡ് ബൈ 1000 ചെയ്യുന്നു. ഇനി മെഗാവാട്ടിലേക്കാണെങ്കിൽ ഡിവൈഡ് ബൈ 10⁻6 ചെയ്യുന്നു. അതേപോലെ മില്ലിയിലേക്കാണെങ്കിൽ മൈക്രോ ആംസിലേക്കാണെങ്കിലുള്ള കൺവേർഷൻസ് എല്ലാം നമ്മൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ കിലോ വാട്ട് ആയിട്ടുള്ളത് വാട്ടിലേക്ക് ആക്കാനാണെങ്കിൽ ഇൻറ്റു 1000, മെഗാവാട്ട് വാട്ടിലേക്ക് ആക്കാനാണെങ്കിൽ ഇൻറ്റു 10⁻6,
മില്ലി ആംബിയേഴ്സ് എന്നുള്ളത് ആംബിയറിലോട്ട് ആക്കാനാണെങ്കിൽ ഇൻറ്റു 10⁻⁻3. അതേപോലെ മൈക്രോ ആംബിയേഴ്സിലോട്ട് ആക്കാനാണെങ്കിൽ ഇൻറ്റു 10⁻⁻6. ഓക്കെ. ഇനി നമ്മുടെ ഇലക്ട്രിക്കലിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് സർക്യൂട്ട്സ് എന്ന് പറയുന്നതാണ് സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് അതിന്റെ ഒരു ഫ്ലോ പറയാണ്. സീരീസ് സർക്യൂട്ട് നമുക്കറിയാം, ഒരു ബാറ്ററി ഉണ്ടാവും, അതിന്റെ കൂടെ പാസീവ് കമ്പോണൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, അത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ലൈനിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അവിടെ ഒരു കറന്റ് ഫ്ലോയുടെ ഒരു പാത്തേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സീരീസ് കോമ്പിനേഷനിൽ എന്ത് വരും? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആണ്. ആൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്സ് ആണ്. ഓരോ റെസിസ്റ്റേഴ്സിന് അക്രോസ് ഓരോ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതിന്റെ സമ്മാണ് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി കറണ്ട് ആണെങ്കിലോ സീരീസ് സർക്യൂട്ടിൽ സെയിം ആയിരിക്കും. ത്രൂ ഔട്ട് ദ സർക്യൂട്ട് സെയിം വാല്യൂ ആയിരിക്കും കറണ്ട് ഉണ്ടാവുക. ഒറ്റ പാത്തേ കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ളൂ, അല്ലെ? ഇനി പാരലൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ പാരലായിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ ഓരോ ബ്രാഞ്ചിലും ഓരോ കറണ്ട് പോണം, അല്ലെ? ഓരോ ബ്രാഞ്ചിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കറണ്ട്സ് ഉണ്ട്. വോൾട്ടേജ് എടുക്കുകയാണെങ്കിലോ ഓരോ ബ്രാഞ്ചിലും സെയിം വോൾട്ടേജ് ആണ്. ത്രൂ ഔട്ട് ദ സർക്യൂട്ട് വോൾട്ടേജ് സെയിം ആണ്. പക്ഷെ കറണ്ട് എന്ന് പറയുന്നത് ഓരോ ബ്രാഞ്ചിലും സെപ്പറേറ്റ് ആണ്. അപ്പം ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ കറണ്ട്സ് ആയിരിക്കും. ഇനി അതേപോലെ റെസിസ്റ്റൻസ് ആണ് വരണമെങ്കിലോ പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 1/R എന്ന് പറയുന്നത് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. അപ്പൊ ടോട്ടൽ RT എന്ന് പറയുന്നത് 1/1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ഇങ്ങനെയായിരിക്കും പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് പോകുന്നത്. അപ്പോ ഇവിടെ പാരലൽ കോമ്പിനേഷനിൽ ഒരു പ്രത്യേകത എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെക്കാളും കുറവായിരിക്കും എന്ത്? ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ. ഇത് ശ്രദ്ധിക്കുക, പാരലലില് റെസിസ്റ്റൻസും സമ്മാണ്, റെസിപ്രോക്കലിന്റെ സമ്മാണ്, കറണ്ട് ഇൻഡിവിജ്വൽ കറണ്ട്സിന്റെ സമ്മാണ്, വോൾട്ടേജ് എപ്പോഴും ഓരോ ബ്രാഞ്ചിലും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇത് ഒരു എക്സാമ്പിൾ ആണ്. ജസ്റ്റ് രണ്ട് റെസിസ്റ്റൻസ് പാരലൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പൊ രണ്ടെണ്ണം ആണെങ്കിൽ നമുക്ക് എന്താണ്? RT is equal to 1/1/R1 പ്ലസ് 1/R2 അങ്ങനെയാണ്. അപ്പോൾ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RT is equal to R1 into R2 by R1 plus R2. അപ്പൊ ആ ഒരു ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ. ഇനി സീരീസ് പാരലൽ കോമ്പിനേഷൻ വരുന്ന സർക്യൂട്ട്സും കാണുമല്ലേ. ഞാനിപ്പോ ഈ കോമ്പിനേഷൻസ് എല്ലാം പറയുന്നതിന്റെ കാരണം നമുക്ക് ലോസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ അതിൽ അപ്ലൈ ചെയ്യാനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ സീരീസ് പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ ഇതിപ്പോ ഒരു സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? R1 is in series with R2 parallel R3 and R4 അല്ലെ. അപ്പൊ ആദ്യം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ R2 R3 പാരലൽ കോമ്പിനേഷന്റെ ഈക്വലന്റ് എടുക്കുക. അതിനുശേഷം ഈ മൂന്ന് റെസിസ്റ്ററും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ടോട്ടലി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് സമ്മറൈസ് ചെയ്യാണ് കേട്ടോ മൊത്തത്തില്. അതായത് ഇപ്പൊ നമ്മൾ ആറ്റം മോഡൽ പഠിച്ചു. ആറ്റത്തിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്,
ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന്റെ അകത്താണ്, ഇലക്ട്രോൺ പുറത്താണ്. ഇലക്ട്രോണിന്റെ ഫ്ലോ കാരണമാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അനുസരിച്ച് മെറ്റീരിയൽ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടർ. അപ്പൊ വാലൻസ് ഇലക്ട്രോണിന്റെ നമ്പർ അനുസരിച്ച് ഏതാണ് മെറ്റീരിയൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ബേസിക് ടേംസ് ആയിട്ടുള്ള വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അതെങ്ങനെ ഓംസ് ലോയില് റെപ്രസെന്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇതാണ് ഓംസ് ലോ. പിന്നെ നമ്മൾ പറഞ്ഞ ടേംസ് ആണ് പവർ പറഞ്ഞു, വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. അതേപോലെ എനർജി നമ്മൾ പറഞ്ഞു, പവർ ഇൻറ്റു ടോട്ടൽ ടൈം. പിന്നെ നമ്മൾ സീരീസ് പാരലൽ കോമ്പിനേഷൻ പറഞ്ഞു അല്ലെ. റെസിസ്റ്റൻസ് സീരീസ് വന്നാൽ എങ്ങനെയാണ്, പാരലൽ വന്നാൽ എങ്ങനെയാണ്. സീരീസിലാണെങ്കിൽ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ ബാക്കി എന്ന് പറയുന്നത് അടുത്ത ദിവസം ഒരു സീരീസ് സർക്യൂട്ട് എങ്ങനെയാണ്, ഷോർട്ട് സർക്യൂട്ട് എങ്ങനെയാണ്, ഓപ്പൺ സർക്യൂട്ട് എങ്ങനെയാണ്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്, ഐഡിയൽ കറണ്ട് സോഴ്സ് എന്താണ്, പിന്നെ കിർച്ചോഫ് ലോസ്, ഫസ്റ്റ് ലോ KCL, സെക്കൻഡ് ലോ KVL, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിന്റെ കുറച്ച് പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ MCQ നാളത്തെ ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ MCQ പ്രൊവൈഡ് ചെയ്യാം.